what's up guys? This is me Abhiram Subash. You can call me Abhiram or Abhi. Hi guys. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് ആയാലോ. അപ്പോൾ ഇന്നോട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് രാത്രി ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് ഇന്ന് മുട്ടക്കറി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് അമ്മയൊക്കെ ഉണ്ടാക്കിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഗൈസ്. അതുകൊണ്ട് അമ്മ വളരെ ചിരിക്കുന്നു ഗൈസ്. കാരണം അമ്മയാണ് എൻ്റെ ക്യാമറ വുമൺ എന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. സോ അത് നമ്മളിവിടെ എന്താണ് ഇവിടെ നമ്മൾ സബോള കറിവേപ്പില എന്തു സാധനം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഗ്യാസ്. അപ്പോൾ അതാണ് നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അത് നമുക്ക് ഫസ്റ്റ് ഗ്യാസ് ഓൺ ആക്കണം. സോ ഗ്യാസ് അടുത്ത ഗ്യാസാണ്. ഞാൻ ഈ കടായി അങ്ങനെ വെക്കുക ഗ്യാസ്. ഓക്കെ, ഇനി ഇതൊന്ന് ചൂടായിക്കോട്ടെ. ഇനി ഇത് കുറച്ച് ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് എണ്ണയാണ് ഒഴിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണം. അല്ല സൺഫ്ലവർ ഒഴിക്കണം, അതോ എങ്ങനെ ഒഴിക്കണം? സൺഫ്ലവർ ഓയിലാണ് ഗ്യാസ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് ചൂടാവട്ടെ, അതായത് നമുക്ക് നേരെ ഓയിൽ വയ്ക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് വേറെ ഏതോ ബ്രാൻഡിൻ്റെ കുപ്പിയാണ്. ഇത് ഗോൾഡ് വിന്നറാണ് ഇതിനകത്തുള്ള വശത്ത് വേറെ ഏതോ ഒരു ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. കടുകുവര എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് കടുകിടാം. കടുക് തീർന്നല്ലോ, മൊത്തം കിട്ടുക. കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ പൊട്ടാത്ത പിന്നെ എണ്ണ ചൂടാതെ ഇട്ടാൽ പിന്നെ പൊട്ടു. ഉലുവ ഇടാം. എണ്ണ ചൂടാവണം. എന്നാ ഉലുവായോ പെരുംജീരകോ? അപ്പോൾ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഇങ്ങനെ ആദ്യം ഉലുവ എന്ന് തെറ്റിച്ച് പറഞ്ഞതാണ് ഗൈസ്, ഒന്ന് ക്ഷമിച്ചേക്ക്. അപ്പോൾ നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത സബോള, കുറച്ച് സബോള അങ്ങ് ഇട്ട് വഴക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ആ സബോള അങ്ങ് എടുത്ത് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെറും സിമ്പിൾ മുട്ടക്കറിയാണല്ലേ. അപ്പോൾ ഗായ്സ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ആക്കി നോക്കുക. അതിനാണോ ഓണാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഉപ്പിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് വഴി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചതച്ച എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തേക്കാം. സോ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഗായ്സ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മതി. ഓക്കെ ഗായ്സ്, അത് ഇളക്കി ഇടുന്ന കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഇതൊന്ന് മകന്ന് മാറ്റി വെച്ചിട്ട് ഇതിന് സൈഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഗായ്സ്. എന്നിട്ട് ഇത് മാത്രം എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം വെച്ചിട്ട് കുറച്ച് ഇട്ടാം. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അടി പിടിക്കാൻ നോക്കണം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടൊന്ന് ഇളക്കണ്ടേ. നമുക്ക് ചിക്കൻ മസാല ഇട്ടാം. ഈസ്റ്ററിൻ്റെ ചിക്കൻ മസാലയാണ് നല്ല ഈസാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചിട്ടാൽ മതി. ആവശ്യത്തിന് പറ്റാൻ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഭാഗം വെച്ച് കൊടുക്കാം ഗൈസ്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് മുട്ട അങ്ങനെ ഇട്ടേക്കാം. മുട്ട ഇങ്ങനെ ഇട്ട് വെക്കാം ഗൈസ്. മുട്ടക്കറിയാണല്ലോ, സോ കുറച്ച് ഇതിന് പുറത്തേക്ക് ഡിഫറൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ കാണിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗൈസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഗൈസ്. വീട്ടിൽ കുറച്ച് കുരുമുളകാണ്. ഇത്രയാണോ വേണ്ട? ഇത്രയും ഓക്കെ ഗൈസ്. കുറച്ച് കുരുമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഓക്കെ മതി ഗൈസ്. അപ്പോൾ ഗൈസ് മുട്ടക്കറി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ മുട്ടക്കറി സിമ്പിൾ മുട്ടക്കറി ഇവിടെ തീർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഉണ്ടാക്കിയ മുട്ടക്കറി എങ്ങനെയുണ്ടെന്ന് ഒന്ന് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് അമ്മേ കഴിച്ചിട്ട്? കുഴപ്പമില്ല അത്രേ ഉള്ളൂ. കുഴപ്പമില്ല ഗൈസ് എന്നാണ് അവൻ പറഞ്ഞത്. കുഴപ്പമില്ല, ചെറിയ എരിവ് കൂടിപ്പോയി, കുരുമുളക് കൂടിപ്പോയി. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഓൾ സെറ്റ്. അപ്പോൾ എല്ലാം നമ്മൾ ഡിന്നറും കഴിഞ്ഞു. മുട്ടക്കറിയും വെച്ചു. നല്ല വിഷമമുണ്ട് ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത്ര വന്നില്ല. പക്ഷേ ലൈക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഐ തിങ്ക് ഞാൻ ആദ്യമായിട്ടല്ല മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം മുതൽ എൻ്റെ സെക്കൻഡ് ടൈമാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം മുട്ടക്കറി ചുമ്മാ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയിരുന്നു.
അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ശരി, ഞാനത് കഴിച്ചപ്പോൾ ഞാൻ ലൈക്ക് എന്ന് വെച്ചാൽ കൊള്ളില്ല എന്നല്ല, കുഴപ്പമില്ല. പക്ഷേ ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് അങ്ങോട്ട് ഫസ്റ്റ് ഉണ്ടാക്കി അത്രയും വന്നില്ല. പിന്നെ കഴിച്ച് വന്നപ്പോൾ ടേസ്റ്റ് കൂടി വന്നു. പക്ഷെ എന്നാലും ഞാൻ ആദ്യം ഉണ്ടാക്കി മുട്ടൊക്കെ അത്രയും ഇല്ലല്ലോ എന്ന സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. ബട്ട് സാരമില്ല ഗൈസ്, നമുക്ക് അടുത്ത സെറ്റാക്കാം. ഇനി അടുത്ത വർഷം ഒരു ബിരിയാണി ഉണ്ടാക്കിയല്ലോ. എന്നൊക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വ്ലോഗ് ലൈക്ക് നമുക്ക് പയ്യെ ഇറക്കാം ഗൈസ്. അപ്പോൾ അതൊരിക്കും സൈനിങ് ഔട്ട് ഫ്രം ദിസ് വ്ലോഗ്. അപ്പോൾ പ്ലീസ് ഗൈസ് ഒരു ലൈക്ക് ആയിട്ട് പറയാം. അപ്പോൾ ലൈക്ക് തന്നൂടെ, നിങ്ങൾ എത്ര പേര് കാണുന്നത് ഈ വ്ലോഗ്? അറ്റ്ലീസ്റ്റ് ഒരു 10 കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പ്ലീസ് ഗൈസ് ഒരു ലൈക്ക് ഇടൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഗൈസ്. പിന്നെ തൊട്ടായിട്ട് ബെല്ലൈക്കൻ അമർത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പ്ലീസ് കമൻറ്റ് ഗൈസ്. കാരണം നിങ്ങളുടെ കമൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ ഗൈസ്. അപ്പോൾ അത്ര ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ ദിസ് ഇസ് മീ അഭിരാം സുഭാഷ് സൈനിങ് ഔട്ട് ഫ്രം ദിസ് വ്ലോഗ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ ഗൈസ്. അപ്പോൾ ബൈ എന്നാൽ.